ഈ കൊച്ചു മാലാകുട്ടി ആദ്യമായിട്ട് ഒരു മനുഷ്യനെ തൊടാൻ നോക്കുമ്പോൾ അവന്റെ കയ്യിൽ ഇരുമ്പ് മോതിരത്തിൽ തൊട്ട് അവളുടെ കൈ പൊള്ളിപ്പോവും. അത് കണ്ടതും ആ പയ്യൻ ഒട്ടും ആലോചിക്കാണ്ട് അവന്റെ മോതിരം ഒരു ദൂരേക്ക് എറിഞ്ഞു കളഞ്ഞു. ആ ഒരൊറ്റ പ്രവൃത്തിയിൽ തന്നെ ആ കൊച്ചു മാലാകുട്ടിക്ക് അവനോട് ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ അവൾ ഇടയ്ക്കിടെ അവന്റെ അടുത്ത് വരാൻ തുടങ്ങി. ഒന്നിച്ച് കളിക്കുകയും സ്വന്തം ചിറകുകളിൽ അവനെ തൊടാൻ പോലും അവൾ സമ്മതിക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ കുഞ്ഞു മാലാകുട്ടി മാലഫിസന്റിന് 16 വയസ്സായ ദിവസം സ്റ്റീഫൻ എന്ന മനുഷ്യപ്പയ്യൻ അവളെ സ്നേഹത്തോടെ ചുംബിച്ചു. പക്ഷെ അതിനുശേഷം അവൻ അങ്ങോട്ടോ മുങ്ങി. പിന്നെ കണ്ടിട്ടേ ഇല്ല. അവൻ എന്തെങ്കിലും തിരിച്ചു വരുമെന്ന് കരുതി മാലഫിസന്റ് വർഷങ്ങളോളം കാത്തിരുന്നു. അങ്ങനെ നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷമാണ് സ്റ്റീഫൻ വീണ്ടും തിരിച്ചു വരുന്നത്. ഇത്രയും കാലം പറയാതെ പോയതിന് അവൾ ആദ്യം കുറച്ച് പിണങ്ങിയെങ്കിലും അവൾക്ക് അവനോട് അധിക നേരം ദേഷ്യപ്പെട്ടിരിക്കാൻ പറ്റിയില്ല. പക്ഷെ സ്റ്റീഫന്റെ മനസ്സിലാണെങ്കിൽ വെറും കൊടും ചതി മാത്രമായിരുന്നു. പിന്നീട് അവൻ അവൾക്ക് കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ ഉറക്കമരുന്ന് കലർത്തി. അവൾ ബോധം കെട്ട് ഉറങ്ങിയ നേരം നോക്കി അവളോട് ജീവനായ ചിറകുകൾ വെട്ടിയെടുത്തു. എന്നിട്ട് അത് നേരെ കൊണ്ടുപോയി തന്റെ പിതാവായ രാജാവിന് കാഴ്ചവെച്ചു. ഉറക്കമുണർന്ന മേലഫിസന്റ് നോക്കുമ്പോൾ ചിറകുകളില്ല. ആ വേദനയും ജീവന തുല്യം വിശ്വസിച്ചവൻ ചെയ്ത വഞ്ചനയും അവൾ ആകെ തളർത്തിക്കളഞ്ഞു. രാജാവ് ആകട്ടെ ചിറകുകൾ കൊണ്ടുവന്ന് കൊടുത്തതിന് പ്രതിഫലമായി സ്റ്റീഫനെ അടുത്ത രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ സംഭവത്തിന് ശേഷം ഒരു മരക്കൊമ്പിൽ താങ്ങി നടക്കേണ്ട ഗതികേടിലായ മേലഫിസന്റ് പഴയ പാവം മാലാഖയിൽ നിന്നും പ്രതികാരം മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ഭയങ്കര മന്ത്രവാദിനിയായി മാറി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേട്ടക്കാരന്റെ വലയിൽ കുടുങ്ങിയ ഒരു കാക്കയെ അവൾ രക്ഷിച്ചു. തന്റെ മന്ത്രശക്തി കൊണ്ട് അവൾ അതിനൊരു മനുഷ്യനാക്കി മാറ്റി. തന്റെ ജീവൻ രക്ഷിച്ച നന്ദിക്ക് ആ കാക്ക അവളുടെ വലങ്കയായി കൂടെ കൂടി. ഇതിനിടയിൽ സ്റ്റീഫൻ രാജാവായി സ്ഥാനമേൽക്കുകയും അവന്റെ ഭാര്യ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. അത് നാട്ടിലെങ്ങും വലിയ ആഘോഷമായി. കാക്ക വഴി ഈ വിവരങ്ങളെല്ലാം മാലഫിസന്റ് അറിഞ്ഞു. അപ്പോഴാണ് സ്റ്റീഫനോട് പലിശയടക്കം പകരം വീട്ടാൻ അവൾ ഒരു പ്ലാൻ ഇടുന്നത്. അങ്ങനെ ജനിച്ച കൊച്ചുരാജകുമാരി അനുഗ്രഹിക്കാൻ കൊട്ടാരത്തിൽ 3 മാലാഖമാർ വന്നു. ആ സമയത്താണ് അവിടേക്ക് മാലഫിസന്റ് മാസ് എൻട്രി നടത്തുന്നത്. ചെയ്ത തെറ്റോർത്ത് സ്റ്റീഫൻ അവളോട് മാപ്പ് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ അപേക്ഷിച്ചു. പക്ഷെ നമ്മുടെ മേലഫിസന്റ് ആ കുഞ്ഞു രാജകുമാരിക്ക് ഒരു ശാപം കൊടുത്തു. ശാപം എന്താണെന്ന് വെച്ചാൽ രാജകുമാരിയുടെ 16ാം പിറന്നാൾ ദിവസം ആ കുട്ടി ഒരു സൂചിയുടെ അറ്റത്ത് വിരൽ കുത്തി ആഴത്തിലുള്ള ഉറക്കത്തിലേക്ക് വീഴും. സ്റ്റീഫൻ ഇത് കേട്ട് മേലഫിസന്റിന്റെ കാല് പിടിച്ച് അപേക്ഷിച്ചപ്പോൾ യഥാർത്ഥ പ്രണയത്തിന്റെ ഒരു ചുംബനം കിട്ടിയാൽ മാത്രമേ ആ ശാപം മാറൂ എന്ന് അവൾ ഒരു ഇളവും കൂടി നൽകി. അതിനുശേഷം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ആ 3 മാലാഖമാരുടെ കൂടെ രാജകുമാരിയെ ദൂരെയുള്ള ഒരു കാട്ടിലേക്ക് രാജാവ് പറഞ്ഞയച്ചു. തന്റെ മകൾക്ക് വന്ന വിധിയോർത്ത് ദേഷ്യം വന്ന സ്റ്റീഫൻ തന്റെ പട്ടാളത്തെയും കൂട്ടി മേലഫിസന്റെ രാജ്യത്തേക്ക് യുദ്ധത്തിന് പുറപ്പെട്ടു. പക്ഷെ മേലഫിസന്റ് വലിയ മുള്ളുകളുടെ ഒരു കൂറ്റൻ മതിൽ തീർത്ത് മനുഷ്യരുടെ ലോകത്തെയും തന്റെ ലോകത്തെയും എന്നേക്കുമായി വേർതിരിച്ചു. കാട്ടിലിരുന്ന് രാജകുമാരിയെ വളർത്തുന്ന മാലകമാരെ കാക്ക ഒളിച്ചിരുന്ന് നിരീക്ഷിച്ച് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം അവൻ കൃത്യമായി മാലഫിസന്റിനെ അറിയിച്ചുകൊണ്ടിരുന്നു. ഒരു രാത്രി മാലഫിസന്റ് ആ കുഞ്ഞിനെ നേരിട്ട് കാണാൻ ചെന്നു. പക്ഷെ ആ കൊച്ചുകുട്ടി അവളെ കണ്ട് പേടിക്കുന്നതിന് പകരം ചിരിക്കുകയാണ് ചെയ്തത്. ആ നിമിഷം മേലഫിസന്റിന്റെ കല്ലായ മനസ്സിൽ എന്തോ ഒരു മാറ്റം വന്നു തുടങ്ങി. കുഞ്ഞിനെ നോക്കാൻ പോലും അറിയാത്ത ആ മാലകമാർ അതിന് പച്ചക്കാരിട്ട് തിന്നാൻ കൊടുക്കുന്നത് കണ്ട് മാലഫിസന്റിന് സഹിച്ചില്ല. രാത്രി അവറ്റകൾ ഉറങ്ങുമ്പോൾ കാക്കയുടെ കയ്യിൽ തേൻ കൊടുത്തയച്ച് അവൾ ആ കുഞ്ഞിന്റെ വിശപ്പ് മാറ്റി. അതിനുശേഷം ആ കുട്ടിക്ക് ഒരു ആപത്തും വരാതെ ദൂരെ ഇരുന്ന് അവൾ എപ്പോഴും കാത്തു സൂക്ഷിച്ചു. കുട്ടിക്ക് എന്തെങ്കിലും അപകടം വന്നാൽ ആരും കാണാതെ അവൾ രക്ഷിക്കുകയും ചെയ്യും. തന്നെ ചതിച്ചവന്റെ മകളെ എന്തിനാണ് അവൾ ഇത്രയും സ്നേഹത്തോടെയും കരുതലോടെയും നോക്കുന്നത് എന്ന് മാത്രം ആർക്കും മനസ്സിലായില്ല.